ദൈവകൃപയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ശോഭനമായ ജീവിതത്തെ പരിപിടിപ്പിക്കുവാനും സ്വന്തമാക്കുവാനുള്ള അവരുടെ നല്ല പ്രയത്നങ്ങളെ ദൈവം മാനിക്കട്ടെ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ദിവസങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ബലഹീനതകളിൽ, ശരീരത്തിൻ്റെ അസ്വസ്ഥതകളിലൊക്കെയും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ ബലപ്പെടുത്തുവാൻ, അവരുടെ ഏകാന്തതകളിൽ തുണയാകുവാൻ ദൈവമേ ഇടയാകണമേ. ദൂരെയായിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിധങ്ങളായ ജോലികളിൽ ഏർപ്പെടുന്നവരൊക്കെ ദിവസം സമർപ്പിക്കാം. ദൂരദേശത്ത് സുരക്ഷിതരായിരിക്കുവാൻ, വീടിന് വേണ്ടിയിട്ട്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുവാനുള്ള ബലവും ശക്തിയും കരുത്തും അവരുടെ ആത്മാക്കൾക്കും ശരീരത്തിനും മനസ്സിനും ലഭ്യമാകുവാൻ നമ്മുടെ പ്രാർത്ഥന മുഖാന്തരമായി തീരട്ടെ. വീടിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും സന്തോഷങ്ങളിലേക്ക്, ദൂരസ്ഥലങ്ങളിലേക്ക് മടങ്ങി വരുവാൻ അനുയോജ്യമായ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുന്നു. ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ യുദ്ധത്തിൻ്റെ പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. കുടിക്കാൻ വെള്ളമില്ലാതെ, ആഹാരമില്ലാതെ, പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ട് ഓടിയകലുന്ന കുഞ്ഞുങ്ങൾ, കടുത്ത മഞ്ഞത്ത് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പിഞ്ചു ബാല്യങ്ങൾ, യുദ്ധക്കെടുതികളുടെ നിലയ്ക്കാത്ത ശബ്ദങ്ങളും ശാരീരികമായ പീഡകളും അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ, യുദ്ധമുഖത്ത് അണിചേരുന്ന സൈനികർ, അവരുടെ കുടുംബങ്ങൾ, ദൈവമേ പൂർണ്ണമായ സമാധാനം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ദൈവികമായ സമാധാനം ഭരണാധികാരികളിൽ ഒന്ന് നിറയുവാൻ ദൈവം ഇടയാകണമേ. പരസ്പര തർക്കത്തിൻ്റെയും യുദ്ധത്തിൻ്റെ മുഖത്തിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ, വർഗീയതകളില്ലാതെ സ്നേഹത്തിൽ ഒന്നായി കാണുന്ന നല്ല നാളെ ഉണ്ടാകുവാൻ ദൈവം ഇടയാകണം. ദൈവമേ ലോകത്തെ മുഴുവനായി ഇവിടെ അനുഗ്രഹിക്കുന്നു. പൂർണ്ണമായ യുദ്ധക്കെടുതിയിൽ നിന്നുള്ള വിടുതൽ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതാണ്. പരിപൂർണ സ്വാതന്ത്ര്യത്തോടെയും സ്നേഹത്തോടെയും മനുഷ്യർക്ക് യാത്ര ചെയ്യുവാനും ജീവിക്കുവാനുള്ള സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കുന്നു. ദൈവം ഞങ്ങളായിരിക്കുന്ന രാജ്യത്തെ രൂപം സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അവിടുത്തെ സന്നിധി ഞങ്ങൾ നൽകുന്നു. ഈ ദേശത്ത് എൻ്റെ മക്കൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാനും നന്നായി ജീവിക്കുവാനും അവിടുന്ന് സഹായിക്കണമേ. പരസ്പരാദരോടെ ഈ ഭൂമിയിൽ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ പൂർണ്ണമായി ഞങ്ങളെല്ലാവരെയും ഇവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കണം. ഞങ്ങളായിരിക്കുന്ന പരിശുദ്ധ സഭ, അടുത്ത് നയിക്കുന്ന പരിശുദ്ധ പിതാവ്, യോഗ്യരായ പിതാക്കന്മാർ, ഒന്നരായ വൈദിക ശ്രേഷ്ഠർ, സന്യാസിനി സമൂഹങ്ങൾ, ആധ്യാത്മിക സംഘടനകൾ, അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ എല്ലാവരെയും ദൈവമായി സമർപ്പിക്കുന്നു. ദൈവമേ തർക്കങ്ങളിൽ നിന്ന് വ്യവഹാരം നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ അവിടുത്തെ സാക്ഷി നിർവഹിക്കുവാൻ അവിടുത്തെ പരിശുദ്ധ സഭയെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളണമേ. ലോകം മുഴുവനെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോലെ അബ്രഹാമ്യ ഭവനങ്ങളിൽ ആശ്വസിക്കും. എന്നാൽ നിനക്കും ഏകജാതൻ പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ